السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني ويفقهوا قولي. ബഹുമാനാദരം നിറഞ്ഞ ഉസ്താദുമാരെ, മറ്റു വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ആഗതനായതിന്റെ ഉദ്ദേശം സമസ്ത നൂറ് നിറവിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം സംസാരിക്കാനാണ്. അതിനെന്നെ തുണച്ച നാഥനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ. സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിപ്പുള്ള കാലത്ത് തന്നെ ഈ കേരളക്കരയിലേക്ക് മാലിക് ദിനാർ റളിയല്ലാഹു അൻഹുവും അവരുടെ സംഘവും ഇവിടെ ദീൻ പ്രബോധനം ചെയ്യാൻ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആശയ വ്യതിയാനങ്ങളോ കൂട്ടിച്ചേർക്കലോ കൂടാതെ ഈ കേരളക്കരയിൽ ഇസ്ലാം എത്തിയിട്ടുണ്ടെന്ന കാര്യത്തിൽ ഉറപ്പാണ്. നമ്മുടെ പൂർവികർ ഇസ്ലാമുമായി വന്നപ്പോൾ വളരെയധികം സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇസ്ലാമിന്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കെ പെട്ടെന്നാണ് ബിദ്അത്തിന്റെ ആശയവുമായി ഒരുപാട് ആളുകൾ ഈ കേരളക്കരയിലേക്ക് എത്തി വന്നത്. അങ്ങനെ അവരെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു. അവസാനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നൊരു പ്രസ്ഥാനം ഇവിടെ രൂപീകരിച്ചു. അതോടുകൂടി പ്രസംഗങ്ങളിലൂടെയും എഴുത്തിലൂടെയും ബിദ്അത്തിനെതിരെ വളരെ ശക്തമായി തന്നെ സമസ്ത എതിർക്കുകയായിരുന്നു. അതിനുശേഷം ബിദ്അത്തിനെ വളരെയധികം രീതിയിൽ തന്നെ എഴുത്തിലൂടെയും പല രീതിയിലും എതിർത്തു. ഇപ്പോൾ സമസ്തയെ എടുത്തു നോക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് മദ്രസകളും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുമാണ് സമസ്തയുടെ കീഴിൽ ഇൽമു പഠിക്കുന്നത്. ഒരുപാട് വിങ്ങുകളായിട്ട് ട്രെൻഡ്, വിഭാഗ്, ഇബാദ് എന്നീ പറഞ്ഞ് ഒരുപാട് വിങ്ങുകൾ സമസ്തയുടെ കീഴിൽ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. സമസ്ത ഇതുവരെ എന്താണ് ഇവിടെ ചെയ്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നാം കേരളം വിട്ട് പുറത്ത് തന്നെ പോകേണ്ടി വരും. കാരണം കേരളത്തിന് പുറത്തുള്ള ഒരുപാട് സ്റ്റേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയുള്ള ചിലരോട് ചോദിക്കുകയാണെങ്കിൽ ഫാത്തിഹ എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഫാത്തിഹയെ കുറിച്ചറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണെന്ന് ചോദിച്ചാൽ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും അറിയില്ല. അവരോട് അല്ലാഹു തആലയെ കുറിച്ച് ചോദിച്ചാൽ അവർക്ക് അല്ലാഹുവിനെ കുറിച്ചും അറിയില്ല. ഈ അവസ്ഥ ആവണ്ടേ ഈ കൊച്ചു കേരളക്കരയിലേക്ക് സമസ്ത വന്നത് കൊണ്ടാണ് നാം ഇത്രയും നല്ല രീതിയിൽ നിൽക്കുന്നത്. സമസ്തയില്ലെങ്കിൽ ഇന്നത്തെ ഇസ്ലാം ഇവിടെ എങ്ങനെയുണ്ടാകും എന്ന് നാം ചിന്തിച്ചു നോക്കണം. ഈ സമസ്ത രൂപീകരിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ രാവും പകലുമില്ലാതെ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അവരുടെ കൂടെയെല്ലാം നാളെ ജന്നത്തുൽ ഫിർദൗസിൽ വെച്ച് ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Next, collector B on the stage. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني ويفقهوا قولي. طلب العلم فريضة على كل مسلم ومسلمة. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രധാന അധ്യക്ഷരെ, മറ്റു മുതഅല്ലിം സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ആകൃതനായതിന്റെ ഉദ്ദേശം സമസ്ത നൂറിന്റെ നിറവിൽ എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് മുമ്പിൽ അല്പം കാര്യങ്ങൾ സംവദിക്കാനാണ്. അതിന് തൗഫീഖ് നൽകിയ നാഥനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ. സമസ്ത എന്നത് നമുക്ക് മധ്യകാലഘട്ടത്തിൽ നിന്ന് ലഭിച്ച ഒരു വലിയ ദിവ്യാനുഭവമാണ്. മതം, മതബോധം, ആത്മീയത, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ വെളിച്ചം വിതറിയ ഒരു മഹത്തായ പൈതൃകമായാണ് നാം സമസ്തയെ കാണുന്നത്. സമസ്ത കേരളത്തിലെ നൂറിന്റെ പ്രതീകമാണ്. ഇന്ന് നാം ആലോചിക്കേണ്ടത് ആ നൂറിന്റെ നിറവിൽ നമ്മൾ എത്രമാത്രം ജീവിക്കുകയാണ്.
വെളിച്ചം എന്ന് പറയുന്നത് വിദ്യയുടെ നൂറ്, ഈമാനിന്റെ നൂറ്, ഇഖ്ലാസിന്റെ നൂറ് എന്നിവയാണ്. ഇന്ന് മതവിദ്യാഭ്യാസത്തിൽ നിന്നുള്ള ധാരാളം വിദ്യാർത്ഥികൾ, അധ്യാപകർ, ഗവേഷകർ മതത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ ഒരു വിളിച്ചെളിച്ചം പോലെ പ്രവർത്തിക്കുന്നു. അത് സമസ്തയുടെ നൂറിന്റെ ഫലമാണ്. സമസ്തയുടെ മുമ്പിൽ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഓരോ സമയത്തും അത് ജ്ഞാനത്താൽ, ഏകാന്തത്താൽ, ഖുർആൻ ഹദീസ് അടിസ്ഥാനമായ നിലപാടുകളാൽ അതിജീവിച്ചു. ഇന്ന് നാം ആ നൂറിന്റെ നിറവിൽ ജീവിക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം നമുക്ക് കൂടിയാണ്. അതിനാൽ തന്നെ മതപരമായ വിദ്യാഭ്യാസം നാം അഭിമാനമായി കാണണം. സമസ്തയുടെ പൈതൃകത്തെ അറിഞ്ഞ് അത് നിലനിർത്താൻ പ്രവർത്തിക്കണം. വൈജ്ഞാനിക മുന്നേറ്റങ്ങളിലും ആത്മീയ ജീവിതത്തിലും സമസ്ത നൽകിയ മാതൃക പിന്തുടരണം. സമസ്ത അതിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തുന്നതിന്റെ കാരണം വിശുദ്ധ ഇസ്ലാം ഇവിടെ നിന്ന് നശിച്ചു പോകരുത് എന്ന ഉദ്ദേശം കൊണ്ടാണ്. ഞാൻ നിങ്ങൾക്കൊരു ഉപദേശം തരാം. കുൻ ആലിമിൻ ഔ മുതഅല്ലിമിൻ ഔ മുസ്തമിൻ ഔ മുഹിബ്ബിൻ വലാ തകുൻ ഖാമിസ. ഏ മനുഷ്യ, നീ ഒന്നെങ്കിൽ ഒരു ആലിമാവുക, അല്ലെങ്കിൽ ഒരു മുതഅല്ലിമാവുക, അല്ലെങ്കിൽ ഇൽമിനെ കേൾക്കുന്നവനാവുക, അതല്ലെങ്കിൽ നീ ഇൽമിനെ ഇഷ്ടപ്പെടുന്നവനാവുക. അതല്ലാതെ അഞ്ചാമതൊരാളായി നീ മാറരുത് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Judges, please note. Next caller C on the stage. ശ്രദ്ധിക്കുക. വേദി 3-ൽ സീനിയർ വിഭാഗം പ്രസംഗം ഉറുദുവിനുള്ള വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് എത്തിച്ചേരേണ്ടതാണ്. വേദി 3-ൽ പ്രസംഗം ഉറുദു, സീനിയർ വിഭാഗം പ്രസംഗം ഉറുദുവിനുള്ള വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് എത്തിച്ചേരേണ്ടതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, എൻ്റെ സ്നേഹം നിറഞ്ഞ മുത്തഅല്ലിം സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരണ ഉദ്ദേശം സമസ്ത നൂറിൻ്റെ നിറവിൽ എന്ന വിഷയത്തെക്കുറിച്ച് അല്പം നിങ്ങൾക്ക് മുമ്പിൽ സംവദിക്കാനാണ്. അതിന് തൗഫീഖ് നൽകിയ നാഥനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ വഫീ കുല്ലി മകാൻ. പ്രിയമുള്ളവരെ, സമസ്ത എന്നത് ഒരു വെറും സംഘടനയല്ല. 10,000-ത്തിലധികം മദ്രസകളുണ്ട്. ഇതാണ് സമസ്തയുടെ പവർ. സമസ്ത നമുക്ക് കുറെ ദീനുകൾ ഇറക്കി തരുന്നുണ്ട്. മദ്രസയിലുള്ള ഓരോ കിതാബുകളിലും മദ്രസയിൽ നിന്നാണല്ലോ നമുക്ക് ഖിറാഅത്തുകൾ വരെ പഠിക്കാൻ സാധിച്ചിട്ടുള്ളത്. സമസ്ത ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് അള്ളാഹു എത്തിക്കട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, നമ്മൾ മദ്രസയിലുള്ള ഓരോ ഗുണപാഠങ്ങളും ഓരോ പാഠത്തിലുള്ള ഓരോ വിഷയങ്ങളും ആസ്പദമാക്കി നമ്മൾ വീട്ടിൽ പോയി നമ്മുടെ ഉമ്മമാർക്കും നമ്മുടെ കൊച്ചനുജന്മാർക്കും പഠിപ്പിച്ചു കൊടുക്കുക. അതുകൊണ്ട് നമുക്കൊരു നേട്ടമുണ്ടാകുന്നതാണ്. നമുക്കൊരു വലിയ ഉസ്താദ് ആവാനും നമുക്കിതിനോടൊരു സാധ്യതയുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങളൊരു മുത്തഅല്ലിമാവുക. സമസ്തയുടെ ഒരു മദ്രസയിൽ നിന്ന് നിങ്ങൾക്കൊരു മുത്തഅല്ലിമായി ജോലി ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ഉത്തമരാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗത്തിലൂടെ വിരാമം കുറിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Next caller D on the stage. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, മുത്തഅല്ലിം സുഹൃത്തുക്കളെ, ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ ആഗ്രഹിക്കുന്ന ഉദ്ദേശം സമസ്ത നൂറിൻ്റെ നിറവ് എന്ന വിഷയത്തെ വെച്ച്
രണ്ട് വാക്ക് സംസാരിക്കാനാണ്. അതിനെന്നെ തുണച്ചിനാഥനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ. പ്രിയപ്പെട്ടവരെ, സമസ്ത രൂപീകരിച്ചത് 1926 ജൂൺ 26 ഇന്ന് 100 വർഷം പിന്നിടുകയാണ്. ഒരു നൂറ്റാണ്ട് പൂർത്തിയാകുന്ന ഈ മഹത്തായ യാത്രാ ചരിത്രത്തിൽ സ്വർണ്ണാക്ഷരങ്ങളിൽ എഴുതേണ്ടതാണ്. സമസ്തയുടെ സ്ഥാപകർ അന്നത്തെ കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹം നേരിട്ടിരുന്ന വെല്ലുവിളികളെ മനസ്സിലാക്കിക്കൊണ്ട് സമൂഹത്തിനൊരു ദിശാബോധം നൽകി. ഇന്ന് 100 വർഷം പിന്നിടുകയാണ്. 100 വർഷം നീണ്ടുനിന്ന ഈ യാത്രയിൽ സമസ്ത നൽകിയ സേവനങ്ങൾ വളരെ മഹത്തരമാണ്. സമസ്ത മതവിദ്യാഭ്യാസത്തിന് ഒരു ഏകീകൃത സംവിധാനം നൽകി. ലക്ഷക്കണക്കിന് കുട്ടികളെ മദ്രസകളിലൂടെ ഖുർആൻ ഹദീസ് ഫിഖ് എന്നീ വിഷയങ്ങളിൽ വളർത്തി. മതം മാത്രമല്ല, ഭൗതിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകി. സമസ്ത ഈ 100 വർഷം കൊണ്ട് നമ്മെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠമാണ് മതവും വിദ്യാഭ്യാസവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക. ഇന്ന് സമസ്തയുടെ പേരിൽ 100 വർഷം പിന്നിടുകയാണ്. നമുക്ക് സമസ്തയുടെ പാരമ്പര്യം സംരക്ഷിക്കണം. വരുന്ന തലമുറയെ മതവിദ്യയിലും പൊതുവിദ്യയിലും മുന്നോട്ട് കൊണ്ടുപോകണം. സമസ്തയുടെ ഈ സേവനത്തെ സ്വീകരിക്കുകയും മുന്നോട്ടുള്ള യാത്രയെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Judges, please note, next collector on the stage. ശ്രദ്ധിക്കുക, വേദി 2-ൽ ജൂനിയർ വിഭാഗം കവിത അവതാരണം മലയാളത്തിനുള്ള വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് വേദി 2-ൽ എത്തിച്ചേരേണ്ടതാണ്. വേദി 1-ൽ മത്സരം തുടരുന്നു. ജഡ്ജസ് പ്ലീസ് നോട്ട് collector on the stage. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ ഉസ്താദുമാരെ, എൻ്റെ സ്നേഹം നിറഞ്ഞ മുതഅല്ലിം സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഈ വേദിയിൽ എഴുന്നേറ്റ് നിന്നതിൻ്റെ ഉദ്ദേശം എന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ കുറിച്ച് നിങ്ങളുമായി അല്പം സംസാരിക്കാമെന്ന് വിചാരിച്ചു. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് മതവിദ്യാഭ്യാസ സാമൂഹിക രംഗങ്ങളിൽ പുരോഗതിയുമായി ചേർന്ന് കിടക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. 1926 ആരംഭിച്ച ഈ സംഘടന ഇന്ന് 100 വർഷം പിന്നിടുമ്പോൾ അത് വെറും ഒരു സംഘടനയുടെ കഥ മാത്രമല്ല, മറിച്ചൊരു സമൂഹത്തിന്റെ ഐക്യത്തിന്റെ, വിശ്വാസത്തിന്റെ, അറിവിന്റെയും കൂടി ചരിത്രമാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ തന്നെ കേരളത്തിലേക്ക് ഇസ്ലാം പ്രബോധനം ചെയ്യുകയായിരുന്നു. ഒരു രാത്രിയിൽ കേരളത്തിലെ മലബാറിന്റെ രാജാവായിരുന്ന ചേര രാജാവ് ചന്ദ്രൻ 2ആയി പിളർന്നത് തന്റെ 2 കണ്ണുകൾ കൊണ്ട് കാണുകയും ഇതിന്റെ അർത്ഥം അന്വേഷിച്ച് നീങ്ങുകയും ചെയ്തു. ഇതിന്റെ അർത്ഥം അന്വേഷിച്ചപ്പോൾ അറബി വ്യാപാരികളിൽ നിന്ന് ഇത് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്താണെന്ന് അറിയാൻ കഴിഞ്ഞു. ഇത് അറിഞ്ഞ ഉടനെ തന്നെ ചേരമാൻ രാജാവ് അറബി വ്യാപാരികളെയും കൂട്ടി പ്രവാചകന്റെ അരികിലേക്ക് പോയി. പ്രവാചകന്റെ അരികിൽ നിന്ന് ഇസ്ലാം സ്വീകരിക്കുകയും പ്രവാചകൻ അദ്ദേഹത്തിന് താജുദ്ദീൻ എന്ന നാമം കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ ഇരിക്കെ അദ്ദേഹം തിരിച്ചു ഇങ്ങോട്ട് വരുന്ന വഴിയിൽ വെച്ച് രാജാവ് വഫാത്തായി. എങ്കിലും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മാലിക് ബിൻ ദീനാറും കൂട്ടുകാരും കേരളത്തിലേക്ക് വരികയും ഇസ്ലാം പ്രബോധനം ചെയ്യുകയും മസ്ജിദുകൾ നിർമ്മിക്കുകയും ചെയ്തു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ ചില മതപരമായ തെറ്റിദ്ധാരണകളും തബ്ലീഗ്, മുജാഹിദ് എന്നിങ്ങനെ വിഭജനങ്ങളും ഉണ്ടായി. അത് ബ്രിട്ടീഷ് കാലം കൂടി ആയിരുന്നു. ഈ സമയത്ത് തന്നെ ഉലമമാർ വിദ്യാഭ്യാസത്തിന് ഏകോപനം നൽകാനും കൂടി ഉദ്ദേശിച്ച് ഉലമമാർ 1926 ജൂൺ 26 സമസ്ത കേരള ജമിയത്തുൽ ഉലമ കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് സ്ഥാപനമായി. ഇവരുടെ ഇസ്ലാമിക ആദർശങ്ങളുടെ വിശുദ്ധി, വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നു. ഇന്നിതാ 100 വർഷം പിന്നിടുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാക്കിയിട്ട് 2024 ജനുവരി 28 ബാംഗ്ലൂരിൽ വെച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തിന്റെ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു. ഇത് 2 വർഷം വരെ നീളിടും എന്നും നമ്മളോട് പറയുന്നു. ഈ 100 നിറവിലാണ് സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ രൂപീകരണമായത്. ഞങ്ങൾ ഇന്ന് വിദ്യാഭ്യാസം അതിൽ പഠിക്കുന്നു. ഇത് ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്കാകട്ടെ എന്നും സമസ്തയുടെ തീരുമാനങ്ങളിൽ ഇനി
നല്ല വിദ്യാഭ്യാസത്തിനുള്ളതാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. Next, Kollachar F on the stage. ഇത് കഴിഞ്ഞാലുടൻ വേദി 1-ൽ സീനിയർ വിഭാഗം സ്റ്റോറി ടെല്ലിംഗ് വിദ്യാർത്ഥികൾ മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടേണ്ടതാണ്. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സമാദരണീയരായ ഗുരുജനങ്ങളെ, എൻ്റെ സ്നേഹിതങ്ങളായ സുഹൃത്തുക്കളെ, മത്സരബുദ്ധിയുടെ പ്രൗഢ പ്രകടനങ്ങൾ നടക്കുന്ന ഈ വേദിയിൽ സമസ്ത നൂറിന്റെ എന്ന വിഷയത്തിൽ അല്പം നിങ്ങളുമായി സംസാരിക്കാൻ അവസരം ലഭിച്ചതിൽ ഞാൻ സന്തുഷ്ടനാണ്. അൽഹംദുലില്ലാഹ്. ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന ഈ കൊച്ചു കേരളത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ ഇസ്ലാം എത്തിയെന്നതാണ് ചരിത്രം. അതുകൊണ്ട് തന്നെ ആശയവ്യതിയാനങ്ങളോ കൂട്ടിച്ചേർക്കലുകളോ ഇല്ലാതെ ഇവിടെ എത്തിയ ഇസ്ലാമിനെ നമ്മുടെ പൂർവികർ സന്തോഷത്തോടെ സ്വീകരിച്ചു. അതനുസരിച്ച് അവർ ജീവിച്ചു പോന്നു. എന്നാൽ 1920 കാലങ്ങളിൽ സ്വാതന്ത്ര്യ സമരത്തിൽ നാടുകടത്തപ്പെട്ട കെ എം മൗലവിയെ പോലെയുള്ളവർ നജത്തിൽ നിന്ന് ജൂതന്റെ ഒറ്റുകാശന്മേൽ ഇസ്ലാമിനെ തകർക്കാനായി മുന്നിട്ടിറങ്ങിയ ഇബ്നു അബ്ദുൽ വഹാബിന്റെ പുതിയ ആശയങ്ങളുമായി കേരളീയ ജനതയെ നശിപ്പിക്കാൻ തുനിഞ്ഞപ്പോൾ ദീർഘവീക്ഷണമുള്ള നമ്മുടെ പണ്ഡിതന്മാർ 1926 ജൂൺ 26 സമസ്ത എന്ന മഹിത പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തു. നിങ്ങൾ സത്യവാന്മാരുടെ കൂടെ കൂടുക എന്ന ഖുർആനിക വചനത്തെ അനർത്ഥമാക്കും വിധം ജനങ്ങൾ സമസ്തയുടെ കൂടെ നിന്നു. നൂറ്റാണ്ടുകൾ പിന്നിടുന്ന സമസ്ത ഒരു വലിയ തണൽ വൃക്ഷമായി വളർന്നു. കടുത്തുറ്റ 40 പണ്ഡിതന്മാർക്കുകയിൽ 10,400 പരം മദ്രസകൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് SKIMBBയും SKJMCCയും ഈ ഉമ്മത്തിനെ സന്മാർഗത്തിലേക്ക് നയിക്കുമ്പോൾ SYSലൂടെ സുന്നി യുവജനത്തെ ആത്മീയതയുടെ മതിൽ കെട്ടി വഴി നടത്തുകയാണ്. SKSSF എന്ന തലക്കെട്ടിന് കീഴിൽ വിജ്ഞാനം, വിനയം, സേവനം എന്നീ മുദ്രാവാക്യവുമായി സഹജാരി, ട്രെൻഡ്, ഇബാദ്, ഇസ്തിഖാമ, സർഗലയ, ഓർഗാനെറ്റ്, സ്പേസ്, മീം, മനീഷ്യ തുടങ്ങിയ പലവിധ വിങ്ങുകളുടെ നേതൃത്വത്തിൽ സമൂഹത്തിലെ വിദ്യാഭ്യാസ സാംസ്കാരിക വീതികളിൽ നിറപകിട്ടാർന്ന പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നു. SMFലൂടെ മുസ്ലിം കൂട്ടായ്മകളെ മഹല്ലുകളുടെ താളപ്പേകളില്ലാതെ സഞ്ചാരപാതം നടത്തുമ്പോൾ ആയിരക്കണക്കിന് വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ, ആർട്സ് കോളേജുകൾ, യതീംഖാനകൾ, യൂണിവേഴ്സിറ്റികൾ തുടങ്ങിയവയിലൂടെ ഉമ്മത്തിന് ഈമാനിക വെളിച്ചം പകർന്ന് പ്രകാശഗോപുരമായി കത്തിജ്വലിക്കുകയാണ് സമസ്ത. അറിവിന്റെ ആയക്കടലുകൾ കീഴടക്കിയ പണ്ഡിതർക്ക് തന്റെ അറിവിനെ സമൂഹത്തിന് പകർന്നു നൽകാൻ സത്യധാര, സുന്നി അഫ്കാർ, മുഅല്ലിം മാസിക, കുടുംബം, കുരുന്നുകൾ തുടങ്ങിയ വിവിധ പ്രസിദ്ധീകരണങ്ങൾ എന്ന ഖുർആൻ വചനത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ട് ദഅവത്തിന് പുതുവഴികൾ തീർക്കുകയാണ്. ലക്ഷക്കണക്കിന് വരിക്കാരെ ചേർത്ത് ഉമ്മത്തിന് ശബ്ദം ആലോകർക്ക് എത്തിക്കാൻ സുപ്രഭാതം ജനസ്വീകാര്യതയുടെ പൊതുചരിത്രം രചിച്ച് ലക്ഷ്യപ്രാപ്തിയിലേക്കുള്ള സഞ്ചാരത്തിലാണ്. സമസ്തയുടെ ഉത്തരവിന് കാത്തിരിക്കുകയാണ് സമൂഹം. മുസ്ലിം ഉമ്മത്തിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ സമസ്ത എന്ത് പറയുന്നു എന്നാണ് മീഡിയകൾ പോലും അന്വേഷിക്കുന്നത്. നമുക്കറിയാം, പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദ് എന്ന വെറുപ്പിന്റെ വിഷം ചീറ്റലിൽ സമസ്തയുടെ പണ്ഡിതരുടെ ശക്തവും വ്യക്തവുമായ അഭിപ്രായങ്ങൾ ഇതര മനുഷ്യർ പോലും വീക്ഷിച്ചതാണ്. ഒടുവിൽ മുസ്ലിമുകളുടെ ആരാധനാലയങ്ങളിൽ പലതും രജിസ്റ്റർ ചെയ്യപ്പെട്ട വഖഫ് ബോർഡിന്റെ നിയമങ്ങൾ PSCക്ക് വിട്ടുകൊടുക്കാനുള്ള സർക്കാരിന്റെ ഉത്തരവ് വന്നപ്പോൾ തന്നെ സമസ്തയുടെ പണ്ഡിതരുടെ ശക്തമായ മറുപടിക്ക് കാതോർത്തിരിക്കുകയായിരുന്നു ഈ ഉമ്മത്ത്. നിലപാടുകളുടെ സുൽത്താൻ സയ്യിദുൽ ഉലമയും ഉമ്മുൽ മദാരിസിനെ ഉമ്മത്തിന് സമ്മാനിച്ച പ്രൊഫസർ ആലിക്കുട്ടി ഉസ്താദ് നയിക്കുന്ന ഈ സമസ്ത ഏത് പ്രതിസന്ധികളിലും സത്യത്തിന്റെ വാഹകരായി അർദ്ധചന്ദ്ര നക്ഷത്രാന്തിത ധവള പതാക വാനിലുയർത്തി ഖിയാമത്ത് നാൾ വരെ പാറിപ്പാർക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതോടുകൂടെ ജൂനിയർ വിഭാഗം